ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് 74-ാമത്തെ ദശകത്തിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിന്റെ വ്യാഖ്യാനവും നോക്കി. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 74-ാമത്തെ ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പൊ നമുക്ക് ഇന്ന് അത് ചൊല്ലി അതിന്റെ വ്യാഖ്യാനവും നോക്കാം. അപ്പോ ചൊല്ലി തുടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസന്നാരാമേ വിഹിതാശനഃ സഖിജനൈര്യാത പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോകകൗതൂഹല സ്ത്രീപുംസോദ്യത ഗണ്യപുണ്യനിഗളൈരാകൃഷ്യമാണോനു കിം ത്വത്പാദത്യുതിവത്സരാഗസുഭഗാസ്ത്വന്മൂർത്തിവദ്യോഷിത സംപ്രാപ്താ വിലസത്പയോധരരുചോ ലോലാഭവദൃഷ്ടിവത് ഹാരിണ്യസ്ത്വതുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവന്നൈർമല്യോല്ലസിത കചൗകരുചിവത് രാജത് കലാപാശ്രിതാം താസാമാകലയന്നപാംഗവലനൈർമോദം പ്രഹർഷാദ്ഭുത വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ധാസ്യതി രാജകീയവസനം യാഹീതി തേനോദിതഃ സദ്യസ്തസ്യ കരേണ ശീർഷമഹൃത സോപ്യാപപുണ്യാം ഗതിം ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപതം നിനേത സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിസ്തവഘൈസ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃഥാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപതേ കുബ്ജാമബ്ജവിലോചനാം പതി പുനർദൃഷ്ട്വാംഗരാഗേതയാ ദത്തേ സാധു കിലാംഗരാഗമദദാ തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്താമൃജുതാമദ പ്രദയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താമുദനയസ്താവജ്ജഗത്സുന്ദരീം താവന്നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാജനാ യത്കിഞ്ചിദ്ധതദേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം ഗൃഹ്ണാന കുസുമാദികിഞ്ചന തദാ മാർഗേ നിബദ്ധാഞ്ജലിർനാതിഷ്ടം ഭദഃ യതോധ്യ വിപുലാമാർത്തിം വ്രജാമി പ്രഭോ താവന്നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാജനാ യത്കിഞ്ചിദ്ധതദേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം ഗൃഹ്ണാന കുസുമാദികിഞ്ചന തദാ മാർഗേ നിബദ്ധാഞ്ജലിർനാതിഷ്ടം ഭദഃ യതോധ്യ വിപുലാമാർത്തിം വ്രജാമി പ്രഭോ. 6-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം.
ആദ്യ ശ്ലോകത്തില് പറയുന്നത് അങ്ങനെ ഉച്ചയോടടുത്ത് അവര് മധുരയിലെത്തി അല്ലെ. അക്രൂരനും ഭഗവാനും ബലരാമനും ഭഗവാന്റെ കൂട്ടുകാരും നന്ദഗോപുരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഉച്ചയോടുകൂടി മധുരാപുരിയിലെത്തി. അങ്ങനെ അവരവിടെ ഉദ്യാനത്തില് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് നഗരം കാണാനായിട്ട് ഇറങ്ങി. അപ്പോ നഗരം കാണാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വളരെ കാലമായി ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരായിരുന്നു. അപ്പൊ അവരുടെ ഇടയിലൊക്കെ കൂടി ഭഗവാൻ ഇങ്ങനെ നടന്നു. അപ്പൊ അവർക്ക് ഈ കാഴ്ച ഭഗവാനെ കാണാൻ സാധിച്ചത്, ഭഗവാനെ ദർശിക്കാൻ സാധിച്ചത് പുണ്യമാണ് എന്ന് ഭഗവതിപാട് പറയാണ്. അപ്പൊ ആ പുണ്യമാകുന്ന ചങ്ങലകൾ കൊണ്ട് വലിക്കും പോലെ ഭഗവാൻ അവരുടെ മുമ്പിലൂടെ അവരെങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ അവരുടെ മുന്നിലൂടെ നടന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നടന്ന് ആ ഒരു അലക്കുകാരനെ കാണാണ്. അത് കംസന്റെ ഭൃത്യനാണ്. കംസന്റെ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് അലക്കുന്നതാണ്. അപ്പോ ഭഗവാൻ യാചിക്കും പോലെയാണ് അവനോട് ചോദിക്കുന്നത്, വസ്ത്രം തരാമോ എന്ന്. അപ്പൊ രാജകീയ വസ്ത്രങ്ങളൊന്നും നിനക്ക് തരാൻ സാധിക്കില്ല എന്ന് നിഷേധം പറഞ്ഞു ആ ഭൃത്യൻ. അപ്പൊ അത് ഒറ്റ ചവിട്ട് കൊണ്ട് ഭഗവാൻ അയാളെ നശിപ്പിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. തല തെറിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു നെയ്ത്തുകാരനെ കാണാണ്. നെയ്ത്തുകാരന് ആദ്യം കാണുമ്പോ തന്നെ ഇവര് പുണ്യ പുരുഷന്മാരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കൂർമ്മ ബുദ്ധിയുള്ളവരാണ് അവരെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ആ നെയ്ത്തുകാരൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ നെയ്ത്തുകാരന് വൈകുണ്ഠ പ്രാപ്തിയാണ് ഭഗവാൻ അനുഗ്രഹമായിട്ട് നൽകുന്നത്. അത് കഴിഞ്ഞ് മാലകളൊക്കെ ഉണ്ടാക്കുന്ന പൂമാലകളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ കാണാണ്. അയാള് ഭഗവാനെ കണ്ട് അയാൾക്കും ഭഗവാൻ പുണ്യപുരുഷനാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ആ ഭഗവാൻ ആഗ്രഹിച്ച പോലെയുള്ള പൂക്കളും പൂച്ചെണ്ടുകളും പൂമാലകളും ഒക്കെ ആ പൂക്കാരൻ ഭഗവാന് കൊടുക്കാണ്. ആ പൂക്കാരന് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? നിരന്തരമായിട്ടുള്ള ഭക്തിയാണ്. ഭഗവാനോടുള്ള നിരന്തരമായിട്ടുള്ള ഭക്തിയാണ് കൊടുക്കുന്നത്. പിന്നെ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കൂനയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാണ്. അവൾ അതീവ സുന്ദരിയാണ്. പക്ഷെ അവളുടെ മുതുകിൽ ഒരു കൂനുണ്ട്. അപ്പോ അത് ത്രിവക്ര എന്നാണ് പേര്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് വക്രതയുള്ളത്. പക്ഷെ അവളുടെ മനസ്സ് വളരെയധികം നിർമ്മലമാണ്. അപ്പൊ ഭഗവാനെ കണ്ട മാത്രയിൽ അവളുടെ ഉള്ളില് ഭഗവാനോട് അതിയായിട്ടുള്ള പ്രേമവും അനുരാഗം ഒക്കെ തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ അവളുടെ ഉള്ളിലെ ആ നിർമ്മലത, ആ വക്രമില്ലാത്ത അവസ്ഥ അവളുടെ ശരീരത്തിലും ഉണ്ടാവണം എന്ന് ഉറച്ചു വിശ്വസിച്ച് അവളുടെ കാലിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ച് കൈകൊണ്ട് താടി ഇങ്ങനെ പൊക്കുകയാണ്. ആ സമയത്ത് ആ കൂന് നിവർന്ന് അവള് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറി എന്നുള്ളതാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. പിന്നെ 2ാമത്തെ ശ്ലോകത്തില് ഭഗവാനെയും അവിടെ ഭഗവാനെ കാണാനായിട്ട് ആഗ്രഹിച്ചു നിന്ന സ്ത്രീകളിലും സാദൃശ്യം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ പാദങ്ങള് ചുവന്ന പ്രകാശമുള്ളതുപോലെ അവിടെയുള്ള ഗോപസ്ത്രീകളൊക്കെ അനുരാഗവതികളും സുന്ദരികളുമാണ് എന്ന് പറയുന്നു. ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മാല ഭഗവാൻ എത്രത്തോളമാണോ അലങ്കാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരവരുടെ സൗന്ദര്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്നവരാണ്. ഭഗവാൻ മുടിയില് മയിൽപ്പീലി അണിഞ്ഞിരിക്കുന്നത് പോലെ അവര് സർവാലങ്കാര വിഭൂഷിതകളായി എല്ലാവരെയും ആകർഷിക്കുന്നവരാണ് എന്ന് പറയുന്നു. പിന്നെ ഭഗവാന്റെ പുഞ്ചിരി എത്രത്തോളം നിർമ്മലമാണോ അത്രത്തോളം പരിശുദ്ധകളാണ് അവര് അന്നിങ്ങനെ. ഭഗവാനോടും അവിടെയുള്ള ഗോപസ്ത്രീകളോടും ഒക്കെ ഒരുപാട് സാദൃശ്യം ഭട്ടതിരിപ്പാട് കണ്ടുപിടിക്കുകയാണ്. അതാണ് 2ാമത്തെ ശ്ലോകത്തില്. ഇത്ര വരെയായിരുന്നു ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ ഉള്ളത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അവിടെ മധുരാപുരിയിലുള്ള ജനങ്ങള്. അപ്പൊ അതില് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, അധികം പാപികളല്ലാത്തവരാണ് അവരെന്ന്. പാപം ചെയ്തവർക്ക് ഭഗവാന് മുന്നിൽ അങ്ങനെ പോയി നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദശകം പറഞ്ഞപ്പോഴും പറഞ്ഞു അല്ലെ, ഭഗവാനോടുള്ള ഭക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത്രയും പുണ്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോ ആ പാപം അത്ര കണ്ടില്ലാത്തവർക്ക് മാത്രമേ ഭഗവാന്റെ മഹത്വം തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞ അധികം പാപികളല്ലാത്ത മധുരാപുരിയിലെ ജനങ്ങൾ, അവർ പല തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ് കേട്ടോ. ഒരു നഗരത്തിൽ പലതരം ആൾക്കാരുണ്ടാവും അല്ലെ. വസ്ത്ര കച്ചവടക്കാരുണ്ടാവും, ആഭരണം ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവും, അങ്ങനെ പലതരം പലചരക്ക് സാധനങ്ങൾ കൊടുക്കുന്നവരുണ്ടാവും. അങ്ങനെ പലതരം ജോലികളില് വ്യാപൃതരായിരിക്കുന്ന മധുരാപുരിയിലെ അധികം പാപികളല്ലാത്ത
ജനങ്ങള് ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഭഗവാനെ കാണാനായിട്ട് ആ നഗരവീഥികളിൽ നിന്നു. ഭഗവാന് വേണ്ടി സമർപ്പിക്കാനായിട്ട് താമ്പൂലാദി ദ്രവ്യങ്ങൾ കൊണ്ടാണ് നിന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. വെറ്റില, പൂമാല തുടങ്ങി ഭഗവാന് കാഴ്ചവെക്കാനായിട്ട് ഒട്ടേറെ സാധനങ്ങൾ കയ്യിൽ കരുതിക്കൊണ്ടാണ് അവരവിടെ ഭഗവാന് വേണ്ടി കാത്തു നിന്നത്. അങ്ങനെ ഭഗവാനെ കാണുമ്പോൾ ഇതൊക്കെ സമർപ്പിച്ച് ഭഗവാനോട് തൊഴുത് നിൽക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയാണ്, അങ്ങനെ അന്ന് ഭഗവാനെ കാത്തു നിന്ന് ആ വഴികളിൽ ഇങ്ങനെ ദ്രവ്യങ്ങളുമായി കാത്തു നിന്ന ഒരാളാവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അത് ഓർത്ത് എനിക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ട് ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്ന് പറയാണ്. അതായത് ഭട്ടതിരിപ്പാട് അവിടെ പറയാണ്, അന്ന് അങ്ങനെ കണ്ട് വഴിയിൽ നിന്ന് ഭഗവാനെ നേരിട്ട് കണ്ട് ഭഗവാന്റെ കാൽക്കൽ ഈ ദ്രവ്യങ്ങളൊക്കെ സമർപ്പിക്കാൻ സാധിച്ച് അവര് എത്ര പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പറയുമല്ലോ, ഭഗവാന്റെ വൃന്ദാവനത്തില് ഒരു കല്ലായി ജനിക്കുക. ആ ഒരു ഭഗവാന്റെ ഒരു കീർത്തനം ഉണ്ടല്ലോ, പുല്ലായി പിറവി തരവേണുമേ, പുല്ലാകിലും നെടുനാൾ നില്ലാതെ, പുല്ലാകിലും നെടുനാൾ നില്ലാതെ ആകയിനാൽ കല്ലായി പിറവി തരവേണുമേ, ആകയിനാൽ കല്ലായി പിറവി തരവേണുമേ. അതായത് വൃന്ദാവനത്തിൽ ഒരു പുല്ലായെങ്കിലും ജനിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യാണ്. ഭഗവാന്റെ പാദസ്പർശം ഏറ്റുകൊണ്ടിരിക്കാം. പിന്നെ കവി തന്നെ തിരുത്താണ്, പുല്ലായാൽ കുറെ സമയം നിൽക്കില്ലല്ലോ, അപ്പൊ കല്ലായിട്ടെങ്കിലും പിറവിയേക്കും. അപ്പൊ കല്ലാണെങ്കിൽ എന്താണ്, വളരെ കാലം അവിടെ നിൽക്കാം, വളരെ കാലം ഭഗവാന്റെ പാദസ്പർശമേറ്റ് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറയാണ്. അപ്പൊ അതുപോലെ തന്നെ ഭട്ടതിരിപ്പാട് പറയാണ്, ആ ദ്രവ്യങ്ങള് താമ്പൂലം, പൂമാല തുടങ്ങിയ ദ്രവ്യങ്ങളുമായിട്ട് ആ വഴിയിൽ കാത്തു നിൽക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, അത് ഓർത്ത് എനിക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ട് എന്ന് പറയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞ പാപികളല്ലാത്ത മധുരാപുരിയിലെ ജനങ്ങൾ, വിവിധ തരം തൊഴിലുകൾ ചെയ്യുന്നവരാണ് അവര്. അവര് ഭഗവാനെ ഭക്തി പുരസരം വഴിയില് താമ്പൂലം, പൂമാല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിടിച്ച് ഭഗവാനെ കാഴ്ചവെക്കാനായിട്ട് കയ്യിൽ കരുതി അവിടെ കാത്തു നിന്നു. ഭഗവാനെ കാണുമ്പോൾ അതൊക്കെ ഭഗവാനെ കണ്ട മാത്രയിൽ അതൊക്കെ ഭഗവാന് വേണ്ടി അവര് സമർപ്പിച്ചു. അപ്പൊ അങ്ങനെ ആ വഴിയില് താമ്പൂലവും പൂമാലയും ഒക്കെ പിടിച്ചു നിൽക്കുന്ന, കയ്യിലേന്തി ഭഗവാന് സമർപ്പിക്കാനായി നിൽക്കുന്നവരിൽ ഒരാളാവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, അതോർത്ത് എനിക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ട് ഭഗവാനെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. ഏഷ്യാമീതി വിമുക്തയാപി ഭഗവന്നാലേപദാത്ര്യാതയാ ദൂരാത് കാതരയാ നിരീക്ഷിതഗതിസ്ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വദാഗമമഹാഹർഷോല്ലളദ്ദേവകീ വക്ഷോജ പ്രകളത്പയോരസമിഷാത്വത്കീർത്തിരന്തർഗദാ ഏഷ്യാമീതി വിമുക്തയാപി ഭഗവന്നാലേപദാത്ര്യാതയാ ദൂരാത് കാതരയാ നിരീക്ഷിതഗതിസ്ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വദാഗമമഹാഹർഷോല്ലളദ്ദേവകീ വക്ഷോജ പ്രകളത്പയോരസമിഷാത്വത്കീർത്തിരന്തർഗദാ. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ഭഗവാൻ ത്രിവക്രയെ, അവളുടെ വക്രതയൊക്കെ മാറ്റി അവളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലോ. തീർത്തും സൗന്ദര്യവതിയായിട്ട് അവള് മാറി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആ ത്രിവക്ര ഭഗവാനോട് അതിയായിട്ടുള്ള അനുരാഗമുള്ളവളാണ്. അവള് ഭഗവാനോട് പറയാണ്, ഞാനും വരുന്നു എന്ന്. പക്ഷെ ഭഗവാന് ചെയ്തു തീർക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവളെ കൂടെ കൂട്ടാൻ കഴിയോ? ഇല്ല. അപ്പോ അതിന് അവളോട് തൽക്കാലമെങ്കിലും എനിക്ക് സാധിക്കില്ല എന്നുള്ളത് പറയാതെ പറഞ്ഞ് ഭഗവാൻ മധുരാപുരിയിലെ പ്രവേശന കവാടത്തിലേക്ക് നടന്നു നീങ്ങി. ദൂരെ നിന്നുകൊണ്ട് അവള് ഭഗവാൻ കണ്ണിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ സാമീപ്യം ലഭിച്ച ഒരു സ്ത്രീക്കും ഭഗവാനെ വിട്ടുപിരിയാൻ സാധിക്കില്ല, അല്ലെ? വിരഹം എന്നുള്ളത് താങ്ങാനാവുന്നതിനപ്പുറമുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് തന്നെയാണ് അവിടെ ഈ
ത്രിവക്ര എന്ന് പേരുള്ള സ്ത്രീക്കും ഉണ്ടായത്. ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ അവള് ഭഗവാനിൽ നിന്നും പിരിയാൻ ഒട്ടും ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രവേശന കവാടത്തിലേക്ക് ഭഗവാൻ പോകുന്നത് വരെ, കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൾ ഇങ്ങനെ ഭഗവാനെ തന്നെ നോക്കി നിന്നു. പ്രവേശന കവാടത്തിലേക്ക് കടന്നപ്പോ അവിടെ ജനങ്ങളുടെ കോലാഹലം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അപ്പൊ ആ കോലാഹലങ്ങളൊക്കെ കേട്ടപ്പോ ആ ദേവകിക്ക് മനസ്സിലായി തന്റെ പുത്രൻ ഇതാ വന്നിരിക്കുന്നുവെന്ന്. ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് ആ അമ്മയുടെ മാറിൽ നിന്നും മുലപ്പാൽ ചൊരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ അല്ലെ ആ ദേവകിക്ക് ഉണ്ടായിരുന്ന വിഷമം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം പുത്രനായി ആ സാക്ഷാൽ ജഗന്നാഥൻ വന്ന് ജനിച്ചു. പക്ഷേ ഭഗവാന് ഒന്ന് പാല് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഭഗവാനെ കയ്യിലെടുത്ത് ലാളിക്കുവാനോ ആ കുറുമ്പുകൾ കാണാനോ ഒന്നിനും ആ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചില്ല. ആ ഭാഗ്യം മുഴുവൻ ലഭിച്ചത് യശോദാമ്മയ്ക്കാണ്. അപ്പോ ദേവകിയുടെ വിരഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഇത്രയും വലിയ ജഗന്നാഥന് ഈ പരമപുരുഷന് ജന്മം നൽകി ഇത്ര കാലം കാണാൻ പോലും സാധിച്ചില്ല അല്ലെ. അപ്പൊ അമ്മയുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ ഭഗവാൻ വരുന്നു എന്നുള്ളത് ആ ജനങ്ങളുടെ കോലാഹലങ്ങളിൽ നിന്നാണ് ദേവകി അമ്മ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയപ്പോ തന്നെ ആ അമ്മയുടെ മാറിൽ നിന്നും മുലപ്പാൽ ചൊരിഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് വേറെ ഒന്നിനോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് ഭട്ടതിരിപ്പാട് ഇത് പറഞ്ഞത് എന്നും അനുമാനിക്കാം. ഭഗവാന്റെ കീർത്തി അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാല് വെളുത്തതാണ് അല്ലെ. അപ്പൊ കീർത്തിയും അതുപോലെ തന്നെ വെളുത്തതാണ്. അത് എല്ലാവിടെയും ഇങ്ങനെ പരക്കുന്നതുമാണ് എന്നുള്ള തരത്തിൽ കൂടി അതിനെ നമുക്ക് അനുമാനിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ത്രിവക്ര എന്ന പൂനുള്ള സ്ത്രീയെ ഭഗവാൻ പൂന് മാറ്റി മനോഹരയാക്കി തീർത്തിരുന്നു. അവളിൽ ഭഗവാനോട് അതിയായിട്ടുള്ള അനുരാഗം ഉണ്ടായിരുന്നു. ഭഗവാൻ പിരിഞ്ഞു പോകുന്നത് ഒരിക്കലും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷെ ഭഗവാന് പോവാതെ തരവില്ല. ഭഗവാന് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവളോട് യാത്ര പറഞ്ഞു പോയി. അപ്പോ അവളുടെ വിരഹം അവള് ഭഗവാൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഭഗവാനെ തന്നെ നോക്കി നിന്നു എന്നാ പറയുന്നത്. അങ്ങനെ പ്രവേശന കവാടത്തിൽ എത്തി ഭഗവാൻ ജനങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും തന്റെ പുത്രൻ ഇതാ മടങ്ങി എത്തിയിരിക്കുന്നു എന്ന് ദേവകി അമ്മ മനസ്സിലാക്കി. ആ മാതൃത്വം തുളുമ്പുന്ന ആ അമ്മയുടെ മാറിൽ നിന്നും മുലപ്പാൽ ചൊരിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ആ പാല് ചുരന്നു എന്നുള്ളതിന് ഭഗവാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ കീർത്തി അതിനകത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഭഗവാൻ ഇപ്പോഴാണ് മധുരയിലേക്ക് എത്തുന്നത് അല്ലെ. ഭഗവാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ കീർത്തി അവിടേക്ക് എത്തി. അതാണ് പാല് പരക്കുന്നതാണ് വെളുത്തതാണ് എന്നൊക്കെ അനുമാനിക്കാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഭഗവാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ കീർത്തിയും അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ തേജസാനു പുരുഷൈർധൂരേണ ദത്താന്തര ശ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർമാമേതി വാദാത് പുര പ്രാഗൃഹ്ണാ സമരോപയ കില സമാക്രാക്ഷീരഭാക്ഷീരപി ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ തേജസാനു പുരുഷൈർധൂരേണ ദത്താന്തര ശ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർമാമേതി വാദാത് പുര പ്രാഗൃഹ്ണാ സമരോപയ കില സമാക്രാക്ഷീരഭാക്ഷീരപി. എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ധനുർയാഗത്തിൽ പങ്കെടുക്കാനാണല്ലോ ഭഗവാൻ വന്നിരിക്കുന്നത് അല്ലെ. ധനുർ യജ്ഞത്തിൽ പങ്കെടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മധുരാപുരിയിലേക്ക് അദ്ദേഹം കൂട്ടുകാരോടൊത്ത് പ്രവേശിച്ചു. ആ പ്രവേശിച്ച സമയത്ത് അവിടെയൊക്കെ ഒരു ഉത്സവം നടക്കുന്ന പ്രതീതിയായിരുന്നു. യജ്ഞം നടക്കുമ്പോ ഒക്കെ അലങ്കരിച്ചതാണ്. പൂക്കൾ കൊണ്ടൊക്കെ എല്ലാവിടങ്ങളും ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. ആ യജ്ഞം നടക്കുന്നതിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നടക്കുമ്പോ ഭഗവാന്റെ രൂപ സൗകുമാര്യം കൊണ്ടോ അതോ തേജസ് കൊണ്ടോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ഭഗവാൻ ഇങ്ങനെ കാണുമ്പോ ഭഗവാൻ അത്ര ഐശ്വര്യമുള്ളതാണല്ലേ. അപ്പൊ ഭഗവാന്റെ ആ തേജസ് കൊണ്ടോ ആ രൂപ സൗകുമാര്യം കൊണ്ടോ
ഭഗവാനെ കണ്ട മാത്രയില് അവിടെ കാവൽ നിൽക്കുന്നവരും വഴിയിൽ നിൽക്കുന്നവരും ഒക്കെ ഇങ്ങനെ മാറിക്കൊടുത്തു. ഭഗവാൻ നടന്നോട്ടെ എന്ന് കരുതി ഇങ്ങനെ മാറിക്കൊടുത്തു. അവിടെ എല്ലാം കുറേ ആൾക്കാർ അണിനിരന്നിട്ടുണ്ട് ഈ യജ്ഞത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നടന്ന് നടന്ന് ഭഗവാൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കോദണ്ഡ ഗൃഹത്തിലെത്തി. അതായത് ധനുർ യജ്ഞമാണ്. അവിടെ ആ വില്ല് പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. ആ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ വില്ല്, കോദണ്ഡം. ആ വില്ല് ഭഗവാൻ എടുക്കാൻ പോയി. അപ്പൊ അവിടെ നിന്നവരൊക്കെ പറഞ്ഞു അരുത് അരുത് എന്ന് പറഞ്ഞു വിലക്കി. പക്ഷെ ഈ പറയുന്ന സമയം കൊണ്ട് ഭഗവാൻ ആ വില്ല് എടുക്കുകയും അത് കൊലയ്ക്കുകയും ആ നിമിഷ നേരം കൊണ്ട് അത് പൊട്ടിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. നമ്മള് ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാമാവതാരം അല്ലെ, ഭഗവാന്റെ രാമാവതാരത്തിലും സീതാദേവിയെ ഭഗവാൻ വിവാഹം ചെയ്യുന്നത് ഇതുപോലെയുള്ള വില്ല് എടുത്ത് കുലച്ചിട്ടാണ് അല്ലെ. ഭഗവാൻ ത്രയംബകം എന്ന വില്ല് കുലച്ചാണ് സീതാദേവിയെ വിവാഹം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഭഗവാൻ കയറി ചെന്ന് അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ആ കോദണ്ഡ ഗൃഹത്തിൽ കയറി ആ വില്ലെടുത്ത് കുലച്ച് അത് ഒടിച്ചു കളഞ്ഞു. ഇതൊക്കെ ഈ പറയുന്ന നേരം കൊണ്ട് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ആ മധുരാപുരിയുടെ പ്രവേശന കവാടത്തില് കടന്ന് ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിച്ചു, ആ നഗരത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് അവിടെയൊക്കെ ഒരു ഉത്സവം നടക്കുന്ന പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കുറേയേറെ ആളുകൾ സന്തോഷഭരിതരായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പൊ ഭഗവാന്റെ രൂപ സൗകുമാര്യം കൊണ്ടോ അതോ തേജസ് കൊണ്ടോ അവിടെ നിന്ന കാവൽ ഭടന്മാരും വഴിയിലും വഴി മുടക്കി നിന്നവരും ഒക്കെ ഇരുവശത്തേക്കായിട്ട് മാറി ഭഗവാന് വഴി ഒരുക്കി കൊടുത്തു. അങ്ങനെ ഭഗവാൻ നടന്നു ചെന്ന് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഈ വില്ല് വെച്ചിരിക്കുന്ന ഗൃഹത്തിൽ കയറി ആ വില്ല് എടുത്ത് കൊലച്ച് നിമിഷ നേരം കൊണ്ടത് ഒടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. ശ്വകംസക്ഷപണോത്സവസ്യ പുരത് പ്രാരംഭതൂര്യോപമശ്ചാപത്വം സമഹാധ്വനിസ്തവ വിഭോ ദേവാനരോ മാഞ്ചയത് कंसस्यापि च वेपतुस्तदुदित कोदण्डखण्डत्वयि चण्डाभ्याहतरक्षिपूरुषरवैरुत्कूलितो भूत्वया श्वकंसक्षपणोत्सवस्य पुरत प्रारम्भतूर्योपमश्चापत्वं समहाध्वनिस्तव विभो देवानरो माञ्चयत् कंसस्यापि च वेपतुस्तदुदित कोदण्डखण्डत्वयि ചണ്ഡാഭ്യാഹതരക്ഷിപൂരുഷരവൈരുത്കൂലിതോ ഭൂത്വയാ. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നാളെ കംസവധം നടക്കാൻ പോവുകയാണ്. അതിന് മുമ്പുള്ള കേളികൊട്ട് പോലെയാണ് ഈ പ്രവൃത്തി ഭഗവാൻ ചെയ്തത്. ഭഗവാൻ ആ വില്ലെടുത്ത് കുലച്ചപ്പോ അതിഭയങ്കരമായിട്ടുള്ള വില്ല് ഒടിയുകയും ചെയ്തല്ലോ. അപ്പൊ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ടായി. ആ ശബ്ദം ഇങ്ങനെ വിറങ്ങൊലി കൊണ്ട്, അതായത് മാറ്റൊരിച്ച് ഇങ്ങനെ എല്ലാവരെയും കേട്ടുന്ന പറഞ്ഞു. ആ ശബ്ദം അത്ര ഉച്ചത്തിലുള്ളതായിരുന്നു. അവിടെ എല്ലാവരും അതിങ്ങനെ മുഴങ്ങി കേട്ടു. അപ്പൊ ആ സമയത്ത് ദേവന്മാർക്ക് അതിയായിട്ടുള്ള സന്തോഷം ഉണ്ടായി. കാരണം കംസനെ വധിക്കാൻ പോവാണ് അല്ലെ. അപ്പൊ അത് ദേവന്മാർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കി. കംസനാണെങ്കിൽ ഈ ശബ്ദം കേട്ട് വിറയല് വന്നു എന്നാണ് പറയുന്നത്. കംസൻ ഭയന്ന് തുടങ്ങി. ആ ഭയം അല്പം കൂടി കൂട്ടാനായി ഒരു സംഗതി കൂടി നടന്നു. ഭഗവാൻ ഈ ഒടിച്ച സമയത്ത് അത് 2 കഷ്ണങ്ങളായി അവിടെ കാവൽ നിന്നിരുന്നവരുടെ മേലെയാണ് ചെന്ന് പതിച്ചത്. അപ്പൊ അത്രയും വലിയ വില്ലിന്റെ ഭാഗങ്ങൾ ചെന്ന് പതിച്ചപ്പോ അവരുറക്കെ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശബ്ദം കൂടി ആയപ്പോ ഈ കംസന്റെ വിറയല് കര കവിഞ്ഞു എന്നാ പറയുന്നത്. അതായത് ഭയം കൊണ്ട് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായി. നമുക്കറിയാലേ 38ാമത്തെ ദശകത്തിലെ ശ്രീകൃഷ്ണാവതാരം പറഞ്ഞ സമയത്ത് ദേവകി പ്രസവിച്ചു എന്നുള്ള വാർത്ത കേട്ടതും പരിഭ്രാന്തനായിട്ട് മുടി പോലും കെട്ടിവെക്കാതെ ചവിട്ടി തൊഴിച്ച് കംസൻ നടന്നു വന്ന കാര്യമൊക്കെ നമ്മൾ ആ ദശകത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പതാ ആ തന്റെ ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് പറഞ്ഞ പുത്രൻ ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ വില്ലെടുത്ത് കൊലയ്ക്കും കൂടെ ചെയ്തു. ഭയം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഭയം ഉണ്ടാവും.
അപ്പൊ അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഭഗവാൻ ആ വില്ലൊടിച്ച ശബ്ദം വളരെ ഉച്ചത്തിലുള്ളതായിരുന്നു. അത് പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ മുഴങ്ങി കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ കംസനെ നാളെ വധിക്കാൻ പോവുകയാണ്, അതിനു മുമ്പുള്ളൊരു കേളികൊട്ട് എന്നതുപോലെ ഉണ്ടായിരുന്നു ആ ശബ്ദം. അത് ദേവന്മാരെ തീർത്തും സന്തോഷിപ്പിച്ചു. കംസനാവട്ടെ വിറയൽ കൊണ്ടു. ഈ വില്ല് ഒടിച്ച സമയത്ത് അതിന്റെ 2 കഷ്ണങ്ങൾ ചെന്ന് പതിച്ച കാവൽ ഭടന്മാര് അവരും ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശബ്ദം കൂടി കേട്ടപ്പോൾ കംസന്റെ വിറയല് കര കവിഞ്ഞു, അല്ലെങ്കിൽ കംസന്റെ ഭയം അതിരില്ലാത്തതായി തീർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തത് സംഭശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീധാംനാ സഹരാതികാ വിരഹജം ഖേദം വദൻ പ്രസ്വപന്നാനന്ദന്നവതാരകാര്യഘടനാദ്വാദേശ സംരക്ഷ മാം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തത് സംഭശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീധാംനാ സഹരാതികാ വിരഹജം ഖേദം വദൻ പ്രസ്വപന്നാനന്ദന്നവതാരകാര്യഘടനാദ്വാദേശ സംരക്ഷ മാം. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ വില്ലൊടിച്ചത് കൊണ്ട് 2 കൂട്ടർക്കും ഭഗവാന്റെ മഹത്വം കാണപ്പെടുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. വില്ലൊടിച്ചത് കൊണ്ട് സജ്ജനങ്ങൾക്കും ദുഷ്ടന്മാർക്കും ഭഗവാന്റെ മഹത്വം കാണാൻ ഇടയായി, അല്ലെങ്കിൽ മഹത്വം അവർ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. സജ്ജനങ്ങൾക്ക് സന്തോഷം കൊണ്ടാണ് ഭഗവാന്റെ മഹത്വം അവർ കണ്ടതെങ്കിൽ ദുഷ്ടജനങ്ങള് ഭയം കൊണ്ടാണ് ഭഗവാന്റെ മഹത്വം കണ്ടത്. അല്ലെ, ദുഷ്ടജനങ്ങൾക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് ഭഗവാൻ. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ ആയിട്ടാണ് എപ്പോഴും അവതാരങ്ങള് നടന്നിട്ടുള്ളത്. അപ്പൊ കംസന്റെ നിഗ്രഹത്തിന് മുമ്പുള്ളൊരു കാര്യമാണ് ഇപ്പൊ നടന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് ഭയം കൊണ്ടാണ് ഭഗവാന്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞത്. സജ്ജനങ്ങള് സന്തോഷം കൊണ്ടും തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ ഭഗവാൻ മധുരാപുരിയിലെ ഐശ്വര്യമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വീണ്ടും നടന്ന വൈകുന്നേരം ആയ സമയത്ത് ബാഹ്യോദ്യാനത്തിലെത്തി. മധുരയിലെ പുറമേ ഉള്ളൊരു ഉദ്യാനത്തില് ഉച്ച ചങ്ങാതിയായിട്ടുള്ള ശ്രീധാമാവിനോട് കൂടി ഭഗവാൻ എത്തി. എന്നിട്ട് അവിടെ ഇരുന്ന് ആ ശ്രീധാമാവിനോട് രാധാവിരഹ ദുഃഖം പറഞ്ഞു. എന്നിട്ട് കിടന്നുറങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാധയെ പിരിഞ്ഞതിലുള്ള ദുഃഖം ഉറ്റ സുഹൃത്തായിട്ടുള്ള ശ്രീധാമാവിനോട് ഭഗവാൻ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കിടന്നുറങ്ങി. രാധയെ പിരിഞ്ഞിട്ടുള്ള ദുഃഖം ഭഗവാൻ ഉണ്ടെങ്കിലും തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള അവസരമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, അല്ലെ. കംസ നിഗ്രഹത്തിന് അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പൊ അവതാര കാര്യം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷം ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയാണ്, അവതാര കാര്യം നടക്കാൻ പോകുന്ന സന്തോഷത്തിലായിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങ് ദുഃഖിതനായിട്ടുള്ള എന്നെ രക്ഷിച്ചാലും എന്ന്. അപ്പൊ ഭഗവാൻ ഇപ്പോ കംസ നിഗ്രഹം ചെയ്യാനായിട്ട് ഒരുങ്ങി സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരാള് ദുഃഖിതനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഭട്ടതിരിപ്പാട് പറയണം, ഞാൻ ദുഃഖിതനായിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പൊ എന്നെ അങ്ങ് കണ്ടാലും എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് 10ാമത്തെ ശ്ലോകവും 74ാമത്തെ ദശകവും ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാൻ ഈ വില്ല് കുലച്ച് കംസവധത്തിനൊരു ആദ്യ സ്റ്റെപ്പ് എടുത്തു വെച്ചു. അതുമൂലം സജ്ജനങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞുവെങ്കിൽ ദുഷ്ടജനങ്ങൾ ഭയം കൊണ്ട് ഭഗവാന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. അങ്ങനെ മധുരാപുരിയിലെ ഐശ്വര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് ഭഗവാൻ ബാഹ്യോദ്യാനത്തിലെത്തി. അവിടെ ഇരുന്ന് ശ്രീധാമാവിനോട് രാധാവിരഹ ദുഃഖം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഉറങ്ങി. എന്നാൽ രാധാവിരഹ ദുഃഖം പറഞ്ഞെങ്കിലും അവതാര കാര്യം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷം ഭഗവാൻ ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങ് ദുഃഖിതനായിട്ടുള്ള എന്നെ കണ്ടാലും എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 74ാമത്തെ ദശകം അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. താവന്നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാജനാ യത്
किञ्चित् धतते स्म शक्त्यनुगुणं ताम्बूलमाल्यादिकम् गृह्णान कुसुमादिकिञ्चन तदा मार्गे निबद्धाञ्जलिर्नातिष्ठं भदः यतोऽद्य विपुलामार्तिं व्रजामि प्रभो एष्यामीति विमुक्तयापि भगवन्नालेपदात्र्यातया दूरात् कातरया निरीक्षितगतिस्त्वं प्राविशो गोपुरम् आघोषानुमितत्वदागममहाहर्षोल्ललद्देवकी वक्षोजप्रगळत्पयोरसमिषा त्वत्कीर्तिरन्तर्गदा आविष्टो नगरीं महोत्सववतीं कोदण्डशालां व्रजन् माधुर्येण नु तेजसानुपुरुषैर्धूरेण दत्तान्धर श्रद्भिर्भूषितमर्चितं वरधनुर्मामेदि वादात्पुर प्रागृह्णा समरोपय किल समाक्राक्षीरभाङ्क्षीरपि श्वकंसक्षपणोत्सवस्य पुरद प्रारम्भतूर्योपमश्चापत्वं समहाध्वनिस्तव विभो देवानरो माञ्चयत् कंसस्यापि च वेपतुस्तदुदित कोदण्डखण्डत्वयि चण्डाभ्याहतरक्षिपूरुषरवैरुत्कूलितो भूत्वया शिष्टैर्दुष्टजनैश्च दृष्टमहिमा प्रीत्या च भीत्या तत सम्भष्यन् पुरसम्भदं प्रविचरन् सायं गतो वाडिकाम् श्रीधाम्ना सहराधिका विरहजम् खेदं वदन् प्रस्वपन्नानन्दन्नवतारकार्यघटना द्वादेश संरक्ष माम् सर्वत्र गोविन्दनाम സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 74ാമത്തെ ദശകം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്ത ദശകം കംസവധാണ്. അത് വളരെ നല്ല ഒരു ദശകമാണ്. നമ്മൾ പറയും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ചൊല്ലാൻ, ജീവിത വിജയം നേടാനൊക്കെ വളരെ നല്ല ദശകമാണ് കംസവധം എന്ന് പറയുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിലും 11ലും പഠിക്കുന്ന സമയത്താണ് നാരായണീയം ട്രസ്റ്റിന്റെ കോമ്പറ്റീഷൻ നടക്കാറുണ്ട് ഇവിടെ. അപ്പൊ ആ കോമ്പറ്റീഷന് 2 തവണ ഈ ദശകം ചൊല്ലിയിട്ടുണ്ട്. കംസവധം 75ാമത്തെ ദശകം ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ നല്ല ഇത്തിരി ചൊല്ലാൻ ഇത്തിരി കടുകട്ടിയുള്ള വാക്കുകളൊക്കെയാണ്, പക്ഷെ എങ്കിലും നല്ല രസകരമായിട്ടുള്ള ദശകമാണ് 75. അപ്പൊ എല്ലാവരും തുടർന്നും വീഡിയോസ് ഒക്കെ ഇതുപോലെ തന്നെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീണ്ടും അടുത്ത ദശകവുമായി 75ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.